ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയുടെ കുർബാനക്രമത്തെ സംബന്ധിച്ച പൊതു നിർദ്ദേശങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ 15 പൊതു നിർദ്ദേശങ്ങൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു, ചെറിയ തോതിൽ. 16ാമത്തെ പൊതു നിർദ്ദേശം ഇതാണ്: തിരുക്കർമ്മങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ ഗായക സംഘം സമൂഹത്തെ സഹായിക്കുന്നു. മതബകയിലുള്ളവരും ഗായക സംഘവും മാറി മാറി ആലപിക്കുന്ന അവസരങ്ങളിൽ സമൂഹം ഗായക സംഘത്തോട് ചേർന്ന് ആലപിക്കുന്നു. അംഗീകൃതമായ ഗാനങ്ങളും രീതികളും മാത്രമേ കുർബാനയിൽ ഉപയോഗിക്കാവൂ. കർമാനുഷ്ഠാന സമയത്ത് ആലപിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ള ഗീതങ്ങൾ സാധാരണമായി ആ അനുഷ്ഠാനങ്ങൾ കഴിഞ്ഞ് തുടരേണ്ടതില്ല. ഉദാഹരണം, മധുബക ഗീതം ഓനിസാദ് കങ്കേ, സുവിശേഷ ഗീതം ഓനിസാദ് എവാങ്കേലിയോൻ. വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ അതിനകത്ത് പങ്കെടുക്കുന്നവർ സ്വർഗവാസികളും ഭൂവാസികളും ചേർന്നിട്ടാണ്. വിശുദ്ധർ, മാലാഖമാർ, പിന്നെ ഭൂമിയിലുള്ളവർ എല്ലാവരും ചേർന്നിട്ടാണ് ഈ കുർബാന എന്ന ലിറ്റർജി അർപ്പിക്കുന്നത്. സ്വർഗവാസികളിൽ മാലാഖമാരുണ്ട്, ആ മാലാഖമാരിൽ ഗായകരുണ്ട്. അപ്പോൾ മാലാഖമാരുടെ ഗായക സംഘം അല്ലേ, അവരുടെ പ്രതിനിധികളാണ് ഭൂമിയിലെ ഗായക സംഘം. അപ്പോൾ തിരുക്കർമ്മങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ മാലാഖമാർ നമ്മൾ സഹായിക്കുന്നത് ഈ ഗായക സംഘത്തിലൂടെയാണ്. അപ്പോൾ ഭൂമിയിലെ മാലാഖമാരുടെ സ്ഥാനമാണ് ഗായക സംഘത്തിന്. അതുകൊണ്ട് തന്നെ അടക്കവും ഒതുക്കും ചിട്ടയും ഒക്കെ വേണം. അതായത് അവർ ലിറ്റർജിയിൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ വികാരം, നമ്മുടെ വിചാരങ്ങളൊക്കെ സ്വർഗീയമായിട്ടുള്ള ഒരു മണ്ഡലത്തിലേക്ക് ഉയർത്താനുള്ള സഹായമാണ് ഈ ഗായക സംഘം ചെയ്യുന്നത്. അതുപോലെ തന്നെ മധുബകയിലുള്ളവരും പിന്നെ ഗായക സംഘവും ചേർന്ന് അല്ലേ മാറി മാറി പാടുമ്പോൾ സമൂഹം, ഭൂമിയിലുള്ളവർ ഈ മാലാഖമാരുടെ സ്ഥാനം അലങ്കരിക്കുന്ന ഗായക സംഘത്തോട് ചേർന്നാണ് ചൊല്ലുക. പിന്നെ ചില പാട്ടുകൾ നമുക്ക് ചിലപ്പം ദീർഘിച്ചു പോകാം, പക്ഷേ ആ തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സമയം കഴിയുമ്പോൾ വേണമെങ്കിൽ ആ പാട്ട് നിർത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ നമുക്ക് ഒരുപാട് പാട്ട് നീട്ടിവലിച്ച് കൊണ്ടുപോയി കുർബാനയുടെ ദൈർഘ്യം കൂട്ടാൻ പാടില്ല. അതേസമയം വളരെ ശുഷ്കമായി പോകാനും പറ്റില്ല. ഇതിനെല്ലാം ഒരു ചിട്ട, ഇതിനൊരു വിശുദ്ധ കർമ്മത്തിൻ്റെതായ ഒരു ദൈവിക അന്തരീക്ഷവും ചിട്ടയും ക്രമവും ഉണ്ടാകുക എന്നുള്ളതാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. 17ാമത്തെ നിർദ്ദേശം: സുവിശേഷം ചുംബിക്കുന്നുവെന്നോ ബലിപീഠം ചുംബിക്കുന്നുവെന്നോ നിർദ്ദേശമുള്ളപ്പോൾ അവ ചുംബിക്കുകയോ നെറ്റി അവിൽ തൊടുവിക്കുകയോ അല്ലെങ്കിൽ കൈകൾ അവിൽ തൊടുവിച്ച് നെറ്റിയിൽ വയ്ക്കുകയോ ചെയ്യാം. 3 സാധ്യതകളാണ്. ഒന്നുകിൽ ചുംബിക്കുക, അല്ലെങ്കിൽ നെറ്റി തൊടുവിക്കുക, അല്ലെങ്കിൽ കൈകൊണ്ട് അതിൽ തൊട്ടിട്ട് ഇങ്ങനെ നെറ്റത്ത് കൊണ്ടുവരിക. ചിലപ്പോൾ നമുക്ക് ബലിപീഠം, നമ്മൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ബലിപീഠം അത്ര പൊക്കം ഉണ്ടാവില്ല. അപ്പോൾ ചിലർക്ക് ഇങ്ങനെ കുനിഞ്ഞ് ചുംബിക്കാൻ കഴിയണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ വെച്ചാലും മതി. അതൊരു ഐച്ഛികമായിട്ടൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. 18 രാസകുർബാനയിൽ സങ്കീർത്തനമാല എന്ന് പറഞ്ഞ മർമീസയിലെ 3 സങ്കീർത്തനങ്ങൾ വെച്ചാണ് ഒരു സങ്കീർത്തനം ചൊല്ലിയാലും മതിയാകും. അതെല്ലാം ചില ഓപ്ഷൻസ് ആണ്. ശരിക്കും ചൊല്ലേണ്ടത് 3 പക്ഷെ ഒത്തിരി സമയമെടുത്ത് പോകുന്നു. അങ്ങനെ അല്ല, പിന്നെ അതിൻ്റെ പാട്ടുകളുടെ രീതി ഇതെല്ലാം വെച്ചിട്ട് ഒത്തിരി ദൈർഘ്യം വരാതിരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ശരിക്കും ഐഡിയൽ ആയിട്ടുള്ളത് 3 ചൊല്ലുക എന്നുള്ളത് തന്നെയാണ്. ഒരു സങ്കീർത്തനം ചൊല്ലിയാലും മതിയാകും. 19 സർവാധിപനാം കർത്താവ് എന്നുള്ള പാട്ട്, സുവിശേഷ പ്രദക്ഷിണം, സ്ഥാപന വിവരണം, റൂഹാക്ഷണം, തിരുവോസ്തി ഉയർത്തൽ എന്നീ സന്ദർഭങ്ങളിൽ മണി അടിക്കാവുന്നതാണ്. അതും ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നതാണ്. വിഭജന ശുശ്രൂഷയ്ക്ക്, അതായത് ഓസ്തി ഇങ്ങനെ വിഭജിച്ച് ഒരു ശുശ്രൂഷയുണ്ട്. തിരുരക്തത്തിൽ മുക്കി പിന്നെ തിരുരക്തം കൊണ്ട് തിരുശരീരത്തിൽ കുരിശടയാളം റോഷ്മ ചെയ്യുന്ന ആ കർമ്മമുണ്ട്. അതാണ് വിഭജന ശുശ്രൂഷ. അതിനു മുമ്പായി കാർമികൻ തിരുവോസ്തി ഉയർത്തുന്ന വേളയിൽ ധൂപിക്കുകയും ചെയ്യാവുന്നതാണ്. ചില സ്ഥലത്തൊക്കെ അങ്ങനെയുണ്ട്, ചെയ്യാവുന്നതാണ്. 20 നിർദ്ദിഷ്ട പ്രാർത്ഥനകൾ ചൊല്ലി അപ്പവും വീഞ്ഞും ബെസ്കസിയിൽ ഒരുക്കാനും ഒരുക്കിയവ ബലിപീഠത്തിലേക്ക് സംവഹിക്കാനും ശംശാനപ്പെട്ടമെങ്കിലും ഉള്ളവർക്കേ അനുവാദമുള്ളൂ, ഡീക്കന്മാർക്ക് അനുവാദമുള്ളൂ. ബേസ്കസ് എന്ന് പറഞ്ഞ 2 ചെറിയ ടേബിൾ ഉണ്ട്. നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് ചിന്തിച്ചായിരുന്നു. അവിടെ ഈ തിരുരക്തങ്ങൾ ഒരുക്കുക, അതായത് അപ്പം ഒരുക്കുക, വീഞ്ഞൊരുക്കുക, അത് ഒരുക്കിയിട്ട് ബലിപീഠത്തിലേക്ക് കൊണ്ടുവരിക, സംവഹിക്കുക. അത് കൊണ്ടുവരാൻ ശംശാനപ്പട്ടം, അതായത് ഡീക്കൻ പട്ടം ഉണ്ടെങ്കിലേ അനുവാദമുള്ളൂ, അവർക്കേ അനുവാദമുള്ളൂ. എന്നാൽ പ്രാർത്ഥനകൾ ചൊല്ലി അപ്പവും വീഞ്ഞും പ്രതിഷ്ഠിക്കുന്നത് ഇങ്ങനെ കൊണ്ടുവന്നാലും, ഡീക്കന്മാരെ കൊണ്ടുവന്നാലും അത് പ്രതിഷ്ഠിക്കുന്നത്, അത് പ്രാർത്ഥനകൾ ചൊല്ലി ഇങ്ങനെ കുരിശാകരത്തെ ചൊല്ലി ഇങ്ങനെ മുട്ടിച്ച് അങ്ങനെയുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ, അത് ചൊല്ലുന്നത് ആർച്ച് ഡീക്കൻ എന്ന വൈദികനോ കാർമികനോ ചെയ്യാം ആയിരിക്കണം. അത് ഡീക്കന്മാർ ചെയ്യാൻ പാടില്ല. ബലിവസ്തുക്കൾ പ്രതിഷ്ഠിക്കുമ്പോൾ പീലാസ കൊണ്ട് കാസയിന്മേൽ 3 പ്രാവശ്യം മുട്ടുന്ന കർമ്മം വേണമെങ്കിൽ ഉപേക്ഷിക്കാവുന്നതാണ്.
അത് വളരെ നല്ല കർമ്മമായിട്ട് ഞാൻ ഒരിക്കൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ ഗംഭീരമായ അർത്ഥമുള്ള ഒരു കർമ്മമാണ്. എങ്കിലും ഇവിടെ മെത്രാന്മാർ നമ്മൾ പറഞ്ഞിരിക്കുന്നത് വേണമെങ്കിൽ അത് ഉപേക്ഷിക്കാം. ഉപേക്ഷിക്കാവുന്നതാണ്, ഉപേക്ഷിക്കേണ്ടതാണെന്നല്ല, ഉപേക്ഷിക്കാവുന്നതാണ്. അതായത് അങ്ങനെ അത് താല്പര്യമില്ലാത്തവർക്ക്. ഞാനത് ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ആളാണ്, അഭികാമ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം വളരെ ഗംഭീരമായി യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെ ഉള്ള വാക്യങ്ങളാണ് അതിലൂടെ അനുഷ്ഠിക്കുന്നത്. അതിൻ്റെ വളരെ ഗംഭീരമായ ഒരു ദൈവശാസ്ത്രമുണ്ടെന്ന് ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. 22. കാർമികൻ സമൂഹത്തെ കുരിശടയാളത്തിൽ ആശീർവദിക്കുമ്പോൾ സമൂഹം തങ്ങളുടെ മേൽ കുരിശടയാളം വരയ്ക്കുന്നു. കാർമികൻ എപ്പോഴൊക്കെയാണോ സമൂഹത്തെ കുരിശടയാളം കൊണ്ട് ആശീർവദിക്കുന്നത്, ആ ആശീർവാദം നമ്മൾ കുരിശടയാളം വരച്ചുകൊണ്ട് സ്വീകരിക്കണം. 23. സമാധാനം നൽകുന്നത് കൊടുക്കുന്ന ആൾ തൻ്റെ കൂപ്പുകൈ സ്വീകരിക്കുന്ന ആളിൻ്റെ കൈപ്പത്തികൾക്കകത്ത് വെച്ചുകൊണ്ടാണ്. ഇങ്ങനെ സ്വീകരിക്കുന്ന ആൾ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൈവച്ചിട്ടാണ് അത് കൊടുക്കുന്നത്. സമാധാനം നൽകുന്നത് കൊടുക്കുന്ന ആൾ തൻ്റെ കൂപ്പുകൈ സ്വീകരിക്കുന്ന ആളിൻ്റെ കൈപ്പത്തികൾക്കകത്ത് വെച്ചുകൊണ്ടാണ്. അല്ലേ? സ്വീകരിക്കുന്ന ആൾ ഇങ്ങനെ സ്വീകരിക്കുന്ന മട്ടിൽ നിൽക്കുന്നു. ഈ കൊടുക്കുന്ന ആൾ കൈകൂപ്പി ആ വിരിഞ്ഞിരിക്കുന്ന കൈകളുടെ ഉള്ളിലേക്ക് വെക്കുന്നു. അങ്ങനെയാണ് സമാധാനം കൊടുക്കുന്നത്. കൈകളുടെ ശിരസ് നമിച്ചും സമാധാനം നൽകുന്നതാണ്. നമസ്തേ എന്ന് പറയില്ല നമ്മൾ. കോവിഡ് കാലത്തൊക്കെ അതായിരുന്നു നമുക്ക് സാധിക്കുള്ളായിരുന്നു. ഇന്ത്യയിലെ പശ്ചാത്തലത്തിൽ പാരമ്പര്യത്തിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ട് താനും. നമ്മൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഞാൻ ഇന്നലെയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ്. വിശുദ്ധ സ്ഥലത്ത് വിശുദ്ധ സമയത്ത് വിശുദ്ധ കർമ്മം അനുഷ്ഠിക്കുകയാണ്. അതിന് ചില ചിട്ടകൾ, ക്രമങ്ങൾ, രീതികൾ, ക്രമവിധികളൊക്കെ ഉണ്ട്. വിശ്വാസം പ്രകാശിപ്പിക്കുന്നത് ആചാരങ്ങളിലൂടെയാണ്. വിശ്വാസം പ്രകാശിപ്പിക്കുന്ന ഏറ്റവും ബെസ്റ്റ് പ്രതീകങ്ങളാണ്. ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നു പറയുന്നതിനേക്കാളും അതിനേക്കാൾ ഞാൻ ഒരാളെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു വാക്ക് മാത്രമായിട്ട് നിൽക്കും. ഇപ്പം നമ്മൾ ഒരു കുഞ്ഞിനോട്, ഇപ്പം നമ്മുടെ തന്നെ കുഞ്ഞുങ്ങളോടോ അല്ലെങ്കിൽ മറ്റൊരാളോടോ ഇല്ലേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ അതൊരു വാക്ക് മാത്രമാണ്. ആ കുഞ്ഞിനങ്ങ് വാരിയെടുത്ത് നിറകിലൊക്കെ ചുംബിച്ച് അപ്പോൾ ആ സ്നേഹം ഒരു പ്രതീകത്തിലൂടെ, അടയാളത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു. അമ്മ കുഞ്ഞിൻ്റെ ഒരു ഉമ്മം കൊടുക്കുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ ഇല്ലേ, ഇപ്പോൾ കുഞ്ഞെ കരയാണെങ്കിൽ പോലും കുഞ്ഞ് കരച്ചിൽ നിർത്തി. ഭാര്യയും ഭർത്താവാണെങ്കിൽ അവർ ചുണ്ടുകളിൽ ഒരു എന്താ പറയുക, ഒരു കിസ് കൊടുക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ ചുണ്ടുകളിൽ. അത് പരസ്പരം ഞാൻ നിൻ്റേതാണ്, നീ എൻ്റേതാണ് എന്നുള്ളൊരു കമ്മിറ്റ്മെൻറ്റും അതിലൂടെ സ്നേഹം പങ്കുവയ്ക്കപ്പെടുകയാണ്. ആ അടയാളമില്ലെങ്കിൽ സ്നേഹം വെറും വാക്കായിട്ട് നിൽക്കും. അപ്പോൾ ഈ പ്രതീകങ്ങൾ, ഈ അടയാളങ്ങൾ, ഈ സ്നേഹമോ വിശ്വാസമോ ഒക്കെ ശരിക്കും പ്രകാശിപ്പിക്കാനുള്ള പ്രവൃത്തികളാണ്. സജീവമായ പ്രവൃത്തികളാണ് അടയാളങ്ങൾ. അതായത് ആ അടയാളം തന്നെ ഈ യാഥാർത്ഥ്യമായിട്ട് മാറുന്ന സംഗതിയാണ്. അതുകൊണ്ടാണ് വിശ്വാസം കൈമാറാൻ ആചാരങ്ങൾ വേണം, സ്നേഹം കൈമാറാൻ അനുഷ്ഠാനങ്ങൾ വേണം. അതുകൊണ്ട് ഇതൊക്കെ അനുഷ്ഠാനത്തിൻ്റെ പ്രശ്നമല്ലേ, ആചാരത്തിൻ്റെ പ്രശ്നമല്ലേ, ഇതാണോ വലുത് എന്ന് വിചാരിച്ച് അച്ഛൻ്റെ വാക്കുകൾ മാത്രമായിട്ട് പോകരുത്. വൈദികൻ ഈ പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നില്ല. ലത്തീൻ കുർബാനയിലാണെങ്കിലും സീറോ മലബാർ സഭയിലെ കുർബാനയാണെങ്കിലും പറയുന്നത് എന്താണ്? സഹോദരൻ, ഈ കുർബാനൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ, എൻ്റെ വാക്കുകൾ വഴി, എൻ്റെ വാ വഴി, എൻ്റെ നാക്ക് വഴി എന്നല്ല, കരങ്ങൾ വഴി. ഞാനിങ്ങനെ കൈകൾ ഉയർത്തി, സ്വർഗത്തിൽ കൈകൾ ഉയർത്തി, കർത്താവേ നിൻ്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് പറയുമ്പോൾ എൻ്റെ പ്രാർത്ഥന, ഈ പ്രാർത്ഥന കേട്ട് ദൈവം എൻ്റെ കൈകളിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കണം. അങ്ങനെ ഈ തിരുരഹസ്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് വരണം. അപ്പോൾ എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ എന്ന് പറയണേ. ഈ കരങ്ങളെക്കുറിച്ച് ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്ന പുസ്തകത്തിനകത്ത് വളരെ ഗംഭീരമായിട്ടൊരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് ബെനഡിക്ട് മാർപ്പാപ്പ. നമ്മളതൊക്കെ കുറിച്ചൊക്കെ വളരെ വിശദമായി ധ്യാനിക്കും. ലിറ്റർജിയെക്കുറിച്ച് നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ 16 മറ്റ് ക്ലാസ്സുകളായി. നമ്മളിതൊരു 9 കൊല്ലം നീണ്ടു നിൽക്കുന്ന സംഗതിയാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം വിശദമായി പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് പ്രത്യാശിക്കുക, കർത്താവ് അനുവദിച്ചാൽ. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞതൊന്ന് ആവർത്തിക്കുകയാണ്. വിശുദ്ധ സ്ഥലത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ദേവാലയത്തിൽ വിശുദ്ധ സമയത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതായത് സമയവും സ്ഥലമൊക്കെ നമ്മൾ പുറകെ വിട്ടിട്ട് സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്, അല്ലെങ്കിൽ സ്വർഗത്തെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഒരു വിശുദ്ധ കർമ്മമാണ്, പുണ്യപ്പെട്ട കർമ്മമാണ്. ആ പുണ്യപ്പെട്ട കർമ്മം സാധാരണ മറ്റ് കർമ്മങ്ങൾ ചെയ്യുന്ന പോലെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. അത് പാലിക്കാൻ നമുക്ക് നല്ല വിനയം വേണം, നല്ല എളിമ വേണം. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതോ എൻ്റെ സ്വകാര്യ കർമ്മമോ അല്ല, കർത്താവ് സഭയെ ഏൽപ്പിച്ചത്, സഭ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന ബോധം വരണം, ബോധം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകട്ടെ. അങ്ങനെ
വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ശരിക്കും വിശുദ്ധരായി രൂപാന്തരപ്പെടുന്ന വിശുദ്ധ കർമ്മത്തിലേക്ക് നമ്മളങ്ങ് ആവാഹിക്കപ്പെടുന്ന രീതിയിൽ സംഭവിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.